ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വെറൈറ്റി ഇൻട്രോ ആണ്. ചുറ്റും കണ്ടാൽ തന്നെ അറിയാം, നിറച്ച് കാളകൾ നിൽപ്പുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പാലോട് മേള തുടങ്ങാറായിട്ടുണ്ടെന്നല്ല, തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ രാവിലെ 9 മണിക്ക് ആയിരുന്നു ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങൾ കാർഷിക വിപണന മേളയാണ്. അതുപോലെ തന്നെ ഈ പരിസരത്തൊക്കെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു മേള തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ കാളച്ചന്ത. ഇപ്പോൾ കണ്ടറിയാം, ചുറ്റും നിറച്ച് കാളകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ കാളക്കുട്ടികളെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ കാളച്ചന്ത ഇവിടെ എടുത്തു പറയാവുന്ന ഉള്ള ഒരു കാര്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫെബ്രുവരി 7-ാം തീയതി, അതായത് ഇന്ന് മുതൽ തുടങ്ങിയിട്ട് 16-ാം തീയതി വരെയാണ് നമ്മുടെ പാലോട് മേള 2025 പാലോട് മേള നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ പാലോട് മേള എടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അല്പസമയത്തിന് മുന്നേ ഇനാഗുറേഷൻ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ഇനി നമുക്ക് മുകളിലേക്ക് പോകണം. കാളച്ചന്ത വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കാളകൾ വന്നിട്ടുണ്ട്, ആൾക്കാർ വാങ്ങാനും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കാർഷിക മേളയിലെ കാഴ്ചകളാണ് കാണാനുള്ളത്. ഒരുപാട് വലിച്ചു നീട്ടി കാണിക്കുന്നില്ല, കാരണം മേളയിലെ കാഴ്ചകൾ നിങ്ങൾ വന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാനുള്ളതാണ്. ഉറപ്പായിട്ടും ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നമുക്ക് പാലോട് മേളയിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. ഏത് ഇനത്തിൽ വരുന്നതാണ്? മൊറ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഇറക്കും? ഹരിയാന എന്ന് വരുന്നതാണല്ലേ? ഇത് വളർത്താൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ. ഇപ്പം എങ്ങനെയാണ് വിലയൊക്കെ വരുന്നത്? 185 രൂപ. 185 എങ്ങനെ കിലോയ്ക്ക് അല്ലേ? കിലോയ്ക്ക്. ഇപ്പം എങ്ങനെ ഇന്ന് തുടങ്ങിയിട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കുട്ടി കൊടുത്തതെല്ലാം വലുതായി, ഓവർ കുട്ടികളായി. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. നമ്മുടെ മെയിനായിട്ടുള്ള സ്ഥലം എവിടെയാണ്? വേറെ അല്ലാതെ അല്ല, ഇത് തന്നെ ആനാടോ. ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നു പ്രതീക്ഷിക്കുന്നില്ല ഇപ്രാവശ്യം. ഇപ്പം എത്ര കാണും? 80 ഇനിയും വരാനുണ്ടല്ലോ ലോഡ്. വിൽക്കുന്നതിനനുസരിച്ച് എടുക്കും. ഓക്കെ ഏട്ടാ, എന്തായാലും അടിപൊളിയാവട്ടെ. പേര് കാളച്ചന്ത എന്തായിരുന്നാലും സജീവമായിട്ട് നിൽക്കുകയാണ്. ഞാൻ കോൺടാക്ട് നമ്പറോടെ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ഡീറ്റെയിൽസ് തിരക്കാനോ വരാനോ ഒക്കെ ഉള്ളവർക്ക് വരാവുന്നതാണ്. ഇവരുടെ തന്നെ ആനാടും ഉണ്ട്. ഓക്കെ, നമുക്കിനി മുകളിലോട്ട് പോകട്ടോ. പാലോട് മേളയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും സ്റ്റേജ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കുറച്ച് അപ്പുറത്തായിരുന്നു ഇതിൻ്റെ മെയിൻ സ്റ്റേജ് ഉണ്ടായിരുന്നത്. റോഡിനോട് ചേർന്ന് തന്നെ ഇവിടെ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇട്ടേക്കാം. എല്ലാ ദിവസവും സ്റ്റേജ് പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്രകാരം വലിയൊരു സ്റ്റേജ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയാണ്. ഇന്ന് ഉദ്ഘാടന ദിവസമല്ലേ, ഇന്നും കാണും വൈകുന്നേരം പരിപാടികൾ. അപ്പോൾ പ്രകാരം ഒരു വലിയൊരു സ്റ്റേജാണ് ഇതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. 62ാമത് മേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ്. 61 വർഷങ്ങൾക്ക് മുമ്പ് പാലോടെന്ന മലയോര ഗ്രാമത്തിലെ ഒരു കൂട്ടം കർഷകരുടെ കൂട്ടായ്മയാണ് കന്നുകാലി ചന്ത എന്ന ആശയത്തിന് തുടങ്ങി. ആ കന്നുകാലി ചന്തയാണ് കാലത്തോടൊപ്പം വളർന്ന ഇന്നത്തെ പാലോടിൻ്റെ മഹാമേളയായി മാറിയത്. കാർഷിക, സാംസ്കാരിക, കായിക, വിനോദസഞ്ചാര മേളയായിട്ടാണ് ഇന്നിപ്പോൾ പാലോട് മേള അറിയപ്പെടുന്നത്. തെക്കൻ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ മേളയാണ് ഈ മേള. ഈ മേളയുടെ പ്രത്യേകത കക്ഷി രാഷ്ട്രീയത്തിനോ ജാതിമത ചിന്താഗതികൾക്കോ അതീതമായി ഈ നാട്ടിലെ മനുഷ്യരാകെ, ആബാലവൃദ്ധം ജനങ്ങളാകെ ഒന്നിച്ചു ചേരുന്നൊരു മഹാമേളയാണ്. ഇതിൻ്റെ സംഘാടനവും ഇതിൻ്റെ പങ്കാളിത്തവും എല്ലാം തന്നെ ഈ നാടിൻ്റെ ആകെ ജനസഞ്ചയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും സമ്പന്നമായി തീരുന്നൊരു മേളയാണ്. അതാണ് പാലോട് മേളയുടെ പ്രത്യേകത. കാർഷിക മേഖലയിലെ നൂതനമായ പ്രവണതകളും പരീക്ഷണങ്ങളുമൊക്കെ ഈ മേളയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും ആധുനികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ, കലാപ്രകടനങ്ങൾ, ആവിഷ്കാരങ്ങൾ ഒക്കെ ഇവിടെ നടക്കുകയാണ്. നാടിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ വിളംബരമായിട്ടുള്ള നാടൻ കലാരൂപങ്ങൾ, നാട്ടുകാരുടെ കലാരൂപങ്ങൾ, കലാപ്രകടനങ്ങൾ എല്ലാം ഈ നാടിൻ്റെ മേളയുടെ പ്രത്യേകതയായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഈ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരുടെ ഏകദേശം മാസങ്ങളോളമുള്ള അധ്വാനമാണ്
ഈ മേളയെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നു. 62ാമത് മേളയ്ക്ക് തിരിതെളിയുമ്പോൾ പാലോടിന് 10 ദിവസക്കാലം ആഘോഷത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. തീർച്ചയായും ഈ മേള ഈ നാടിനൊരു മാതൃകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു അടയാളവാക്യമാണ് പാലോട് മേള എന്നീ സന്ദർഭത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മേളയെക്കുറിച്ച് ഇത്ര ബിൽഡപ്പ് ചെയ്ത് പറഞ്ഞിട്ട് ഇതെന്താണ് സംഭവം എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇനാഗുറേഷൻ കഴിഞ്ഞുവെങ്കിലും ഷോപ്പുകളും സ്റ്റാളുകളും കാര്യങ്ങളൊന്നും അത്ര ഇതായിട്ട് ഓപ്പണായിട്ടില്ല. കാരണം അതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് എല്ലാം റെഡിയാകത്തുള്ളൂ. മേള കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അതിഗംഭീരമായിട്ട് തന്നെ അതിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വന്ന സമയം കുറച്ച് നേരത്തെ ആയിപ്പോയി. രാവിലെ ആയിരുന്നു ഉദ്ഘാടനം. കുറച്ചുകൂടി വൈകുന്നേരമായിരുന്നു നമ്മൾ വന്നിരുന്നെങ്കിൽ ഒരുപാട് തിരക്കും അതുപോലെ തന്നെ എല്ലാ സ്റ്റാളുകളും ഓപ്പൺ ആയേനെ. ഇപ്പോഴും അവർ അതിൻ്റെ പണിപ്പുരയിലാണ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. വൈകുന്നേരം ഇന്ന് മുതൽ, അതായത് 7-ാം തീയതി വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് പാലോട് മേള ആസ്വദിക്കാവുന്നതാണ്. കാർഷിക വിപണനവും പ്രദർശനവും വിൽപ്പനയും എല്ലാം ഒത്തിണങ്ങിയ ഒരു സൂപ്പർ മേള തന്നെയാണ് പാലോട് മേള. എല്ലാ പ്രാവശ്യത്തെ പോലെ എല്ലാ വിജയങ്ങളും നമ്മുടെ ചാനലിൻ്റെ പേരിൽ ആശംസിക്കുകയാണ് കേട്ടോ. സാർ നമ്മൾ ആദിവാസിയാണ്, കർണാടക മൈസൂർ ആദിവാസി. ഇതുപോലെ ആയറുകൾ പച്ചമറന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് വാട്ടിയെടുത്തതാണ്. ഇതുപോലെ ആണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ തേച്ച് ഇതേപോലെ മുടി വളർത്തി നമ്മൾ ബലിക്കെല്ലാം മുറിച്ച് കൊടുക്കും. ടൊപ്പ് ബിഗുണ്ടാക്കണം. മുടി കൊഴിച്ചാൽ താരണുണ്ടെങ്കിൽ 4 ദിവസങ്ങളിൽ മാറി കിട്ടും. അടുപ്പിച്ച് പെണ്ണുങ്ങൾക്ക് 2 കുപ്പി തേക്കണം, ആണുങ്ങൾക്ക് 1 കുപ്പിയാണ്. നമ്മൾ എല്ലാ വർഷവും ഇവിടെ പറഞ്ഞതാണ്. സാറിന് എണ്ണ വാങ്ങി തേച്ചാൽ നല്ല മുടി കൃത്യമായിട്ട് വളരും. മുടി കൊഴിച്ചാൽ മാറി കിട്ടും, താരണം മാറി കിട്ടും, പുതിയ മുടി ഉണ്ടാവും. ഇതുപോലെ കഷണ്ടികളിക്ക് മുടി ഉണ്ടാവും സാർ. ഇതുപോലെ കഷണ്ടികളിക്ക് മുടി ഉണ്ടാവും. ഇതുപോലെ ആണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ തേച്ച് നമ്മൾ മുടി വളർത്തി ഇങ്ങനെ ബലിക്കെല്ലാം മുറിച്ച് കൊടുക്കും. ഇതുപോലെ പച്ചമറന്നിട്ട് കാച്ചെടുക്കാൻ മറന്നാണ്. ഇതൊരു സൈഡ് ആപ്പിയിട്ടില്ല സാർ. പാലോട് മേളയുടെ മെയിൻ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഇതിനകത്ത് ഈ കാണുന്ന ചുറ്റുപാടുകൾ നിറയെ സ്റ്റാളുകളാണ്. ഇത്രയും ഏരിയയിൽ നിൽക്കുന്ന സ്റ്റാളുകളാണ്. എല്ലാത്തിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏകദേശം 50-80% ആയിട്ടേ ഉള്ളൂ. പണികൾ നടക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് ടൈം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അല്പോടെ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വന്നിരുന്നെങ്കിൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാമായിരുന്നു. എന്തായിരുന്നാലും അത് വിഷയമാക്കേണ്ട കാര്യമില്ല. മേളകളുടെ കാഴ്ചകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. കാർഷിക വിപണന മേളയാണ്. അതുപോലെ തന്നെ ഇതുപോലെ ചെടികളും ഭക്ഷ്യവസ്തുക്കളും പിന്നെ വാഹനങ്ങളും അതുപോലെ ഫർണിച്ചറും പിന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലുള്ള കാഴ്ചകളും കാണാൻ പറ്റുന്ന ഒരു വലിയൊരു മേള ഈ ഒരു ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ അവിടെ മുതൽ ഇങ്ങറ്റം വരെയും നിറയെ കാഴ്ചകളാണ്. ഇടയ്ക്കാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോഴാണ് അമ്യൂസ്മെൻറ്റ് പാർക്കുകളും റൈഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അത് പിന്നീടാണ് സെറ്റായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആദ്യം തന്നെ അത് സെറ്റായിട്ടുണ്ട്. വഴിയിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഒന്നും ശക്തമായിട്ടില്ല, അതായത് സജീവമായിട്ടില്ല. ഇനി മുകളിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത്രയും ഇത്രയും സ്റ്റാളുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ റെഡിയാവും. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അതുപോലെ തന്നെയാണ്. ഒരുപാട് സ്റ്റാളുകളൊക്കെ വഴിയിൽ നിന്ന് നമ്മൾ താഴെ നിന്ന് മുകളിൽ അറ്റം വരെ സ്റ്റാളുകളുണ്ട്. ഇവിടെ ഈ രീതിയിലുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും പാലോടുകാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തിരുവനന്തപുരംകാരെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ മേളകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഫെബ്രുവരി 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള 10 ദിവസങ്ങൾ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഈ നാടിന് സമ്മാനിക്കുന്നത്. അത്രയ്ക്കും വലിയൊരു മേളയാണ്. എല്ലാവരും ഇതൊരു നോട്ടിഫിക്കേഷനായിട്ട് സ്വീകരിക്കുക, ഒരു വിജയപ്രദമാക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. ബൈ.